അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഏരിയ ഓഫ് ദ ട്രയാങ്കിളിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം. ഏരിയ ഓഫ് ദ ട്രയാങ്കിളിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ഫൈൻഡ് the area of triangle find the area of the triangle whose vertices are 3, 8 minus 4, 2 and 5, 1. ഏരിയ, ട്രയാങ്കിളിൻ്റെ ഏരിയ കാണും. അതിൻ്റെ വെർട്ടിസസ് 3, 8 minus 4, 2 5, 1. ഓക്കെ, ഏരിയ എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 1, 1, 1. X coordinate 3 minus 4 5. Y coordinate 8 2 1. ഇത് കാണാം. അപ്പം നമുക്ക് ഏരിയ കിട്ടും ട്രയാങ്കിളിൻ്റെ. ഹാഫ് ഇൻറ്റു ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഫസ്റ്റ് റോ വെച്ച് ചെയ്യാം. 1 ഇൻറ്റു minus 4 2 5 1 minus 3 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 1 2 1 1 പ്ലസ് 8 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 1 minus 4 1 5. ഹാഫ് ഇൻറ്റു minus 4 minus 10 minus 14 minus 3 ഇൻറ്റു 1 minus 2 minus 1 8 ഇൻറ്റു 5 plus 4 9 1/2 minus 14 plus 3 plus 72. 8 into 9 72. Half into 61. 61/2 square unit. ഇതാണ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫൈൻഡ് the equation of the line joining find the equation of the line joining A13 and B00 using determinants and find K if D of K0 is a point such that area of triangle ABD is 3 square unit.
ഇതാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ലൈൻ ജോയിൻ A13 B00 യൂസിങ് ഡിറ്റർമിനൻസ്. അതുവരെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എടുക്കാം. A13യും B00യും ജോയിൻ ചെയ്യുന്ന B00 ഈ രണ്ട് പോയിന്റ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുന്ന ലൈൻ്റെ ഇക്വേഷൻ ഏത്? യൂസിങ് ഡിറ്റർമിനൻസ്. അപ്പോൾ അതിനും വേണ്ടി നമ്മൾ ഈ ലൈൻമേൽ ഒരു പോയിന്റ് എടുക്കണം, S, Y. അതിനൊരു പേര് കൊടുത്തു C. ലെറ്റ്, ഇതിന് ആൻസറാണ് പറയാൻ പോകുന്നത് കേട്ടോ. ലെറ്റ് C S, Y be any point on the line AB. S, Y ഈ ലൈനിലുള്ളൊരു പോയിൻ്റാണ്. അങ്ങനെയാണെങ്കിൽ ഈ ABC കോളീനിയർ ആയിരിക്കും. Therefore, the points ABC are collinear. Therefore, the points ABC are collinear. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിൻ എന്തായിരിക്കും? അപ്പോൾ ട്രയാങ്കിൾ, ഏരിയ ഓഫ് ട്രയാങ്കിൾ formed by these three collinear points equal to 0. അപ്പോൾ എന്താണ്? ഈ മൂന്ന് കോളീനിയർ പോയിന്റും യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏരിയ കാണാം. ഏരിയ ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 1 1 1 എസ് കോഡിന് 1x0 y കോഡിന് 3y0. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഈ ഏരിയ 0 ആണെന്ന് നമുക്ക് എടുക്കാം, കാരണം കൊളീനിയർ പോയിന്റ്സ്. അപ്പോൾ നമുക്ക് ഹാഫ് ഇൻറ്റു തേർഡ് റോ വെച്ച് ഡിറ്റർമിനൻറ്റ് കാണാം. ഒറ്റ എലമെൻറ്റ് വെച്ച് ചെയ്താൽ മതി. 1 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 13xy ഈക്വൽ ടു 0. ഈ 1/2 റൈറ്റ് സൈഡ് പോകുമ്പോൾ 0. പിന്നെ ഈ ഡിറ്റർമിനൻ്റ് എന്താ വരിക? y മൈനസ് 3x ഈക്വൽ ടു 0. ദിസ് ഈസ് ദ റിക്വയർഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഇതാണ് ലൈനിൻ്റെ ഇക്വേഷൻ വരിക. This is the required equation of line. അടുത്തത് അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ആൻഡ് ഫൈൻഡ് k if dk, 0 is a point such that area of triangle ABD is 3 square unit. A നേരത്തെ തന്നുണ്ട്, B ഉണ്ട്, DC K0 എടുക്കണം. ഈ ഏരിയ 3 സ്ക്വയർ യൂണിറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു 1 1 1 എസ് കോർഡിനേറ്റ്
വൈ കോർഡിനേറ്റ് ഈ ഏരിയ ഗിവൺ ആണ്, തന്നിട്ടുണ്ട് ഈ ഏരിയ എന്താണെന്നുള്ളത്. ഇതാണ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ. ഏരിയ എന്താണെന്ന് തന്നിട്ടുണ്ട്, 3 സ്ക്വയർ യൂണിറ്റ്. ഏരിയ ഗിവൺ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ പ്ലസ് ഓർ മൈനസ് എടുക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ മീനിങ് ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഏരിയ ഗിവൺ ആണെങ്കിൽ നമ്മൾ ഏരിയൻ്റെ ഇക്വേഷനായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ പ്ലസ് ഓർ മൈനസ് എടുക്കും. അപ്പോൾ ഈ 1/2 റൈറ്റ് സൈഡ് പോയാൽ പ്ലസ് ഓർ മൈനസ് 6 എന്ന് വരും. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണും. ഫസ്റ്റ് റോ വെച്ച് ചെയ്ത ഒരു എലമെൻറ്റ് വെച്ച് ചെയ്താൽ മതി. 1 ഇൻറ്റു ഡിറ്റർമിനൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്താ വരിക? -3k ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 6. അപ്പോൾ കെ എന്നുള്ള -3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പ്ലസ് ഓർ -2 എന്ന് കിട്ടും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പോൾ കെൻ്റെ വാല്യൂ ഫൈൻഡ് കെൻ്റെ വാല്യൂ എന്നുള്ളത് പ്ലസ് ഓർ -2 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫൈൻഡ് എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ്. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് at the point given in each of the following. First question. Second question. Third question. ഈ 3 ക്വസ്റ്റ്യൻ്റെ ഏരിയ കാണും. ഓക്കെ, ഇത് 3ൻ്റെ ഏരിയ നമ്മൾ കാണാം. 1 by 1 ആയിട്ട് കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 1 1 1. പിന്നെ എക്സ് കോർഡിനേറ്റ് 164, വൈ കോർഡിനേറ്റ് 0 0 3. തേർഡ് കോളം വെച്ച് കണ്ട പെട്ടെന്ന് കഴിയും. ഈ എലമെൻറ്റ് 3 ഇൻറ്റു ഇത് 0 ഇത് 0, ഇപ്പോൾ 3 വെച്ച് 3 ഇൻറ്റു 3/2 ഇൻറ്റു 6 - 1 5, 15/2 സ്ക്വയർ യൂണിറ്റ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 15/2 സ്ക്വയർ യൂണിറ്റ്. ഇതിൻ്റെ ആൻസർ മനസ്സിലായത്. അടുത്ത ഏരിയ, അടുത്ത ക്വസ്റ്റ്യൻ. ഏരിയ ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻറ്റ്. ഒന്ന് തറോ ആയിക്കോട്ടെ. 1 1 1, എക്സ് കോർഡിനേറ്റ് 2 1 10, വൈ കോർഡിനേറ്റ് 7 1 8. ഫസ്റ്റ് റോ വെച്ച് ചെയ്യാം.
1/2. Determinant 8 minus 10 minus 2. 8 minus 1, 7. 10 minus 1, 9. Minus 2. 1/2. 63. ഇതിപ്പോൾ എത്ര വരിക? 16. 63 മൈനസ് 16, 53, 47 ആയിരിക്കും. ഒന്ന് നോക്കണം കേട്ടോ നിങ്ങൾ ശരിയല്ല എന്നുള്ളതൊക്കെ. നിങ്ങളെന്നൊന്ന് ചെയ്ത് നോക്കിയിട്ട് റെഡി ആക്കണം. -2 into 7 plus 7 into 9. 63, 61, 51, 47. 47/2 സ്ക്വയർ യൂണിറ്റ്. ക്ലിയർ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഏരിയ. -2 minus 3, 3 2 minus 1 minus 8. -1 3 minus 1 -3 2 minus 8. 1/2 into 1 into determinant. -1 is +2 into determinant. -3 into determinant. -1/2. -24 plus 2 minus 22. +2 into -8 minus 2 minus 10. -3 -1 minus 3 minus 4. 1/2. -2 -20 plus 12. -10 -30/2 -15. ഏരിയ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ എടുക്കണം. ഏരിയ അബ്സല്യൂട്ട് വാല്യൂ പറഞ്ഞാൽ പോസിറ്റീവ് എടുക്കണം. ഏരിയ ഈക്വൽ ടു മോഡ് -15. അതായത് ഇവിടെ മോഡ് എന്നൊക്കെ എഴുതുമ്പോൾ നമുക്ക് ഡൗട്ട് വരും, ഡിറ്റർമിൻ്റ് ആണോ. അപ്പോൾ ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കണം എന്ന് വിചാരിച്ചാൽ പോസിറ്റീവ് എടുക്കണം. 15 സ്ക്വയർ യൂണിറ്റ്. ഇത്ര ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായി. അപ്പോൾ ഏരിയ കാണുന്നത് തറവായി. ഇനി അതേപോലെ നമുക്ക് ഏരിയ ഗിവൺ തന്നാൽ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ ഏതെങ്കിലും ഒരു വാല്യൂ കാണാം, അങ്ങനത്തെ ഒക്കെ ചെയ്യാം. ഓക്കെ, ഏരിയ കാണണം. ഓക്കെ, എല്ലാ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഞാൻ അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് തറവായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്.